അല്ല, നീ ഇവനും ഒരേ സമയത്തല്ലേ കോളേജിൽ പഠിച്ചേ? മാരി വെനിസില്. ചോദിച്ച കേട്ടില്ലേ? എന്താ ഉത്തരല്ലേ? എന്താടാ ദീപക്കെ? ഇവനെ ഇവളെ ഞാൻ പല പ്രാവശ്യം നോട്ട് ചെയ്യുന്നു. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. നന്ദനകത്ത് പോ. എടാ രാജു കാര്യം നമ്മുടെ ശത്രുവാ. പക്ഷേ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ കറങ്ങി നടക്കുന്നവനല്ല. അത് നീ മനസ്സിലാക്കിക്കോ. പിന്നെ ഭാര്യയെ വെറുതെ സംശയിക്കരുത്. നിനക്കാവുമ്പോ സംശയം കൂടും. അതിന്റെ കാര്യം എനിക്കറിയാം. നീ വേഗം റെഡിയായേ, നമുക്കൊരു സ്ഥലം വരെ പോണം. എവിടേക്ക്? അതൊക്കെ ഞാൻ പറയാം, നീ റെഡിയാവ്. എന്താ മോളെ, എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ടാണല്ലോ മോള് നടക്കുന്നത്. അമ്മയോട് തുറന്നു പറ. ഒന്നുമില്ലമ്മേ. ഒന്നുമില്ലാന്ന് നീ പറയുന്നത് വെറും നുണയാ. ഞാൻ നിന്റെ അമ്മയല്ലേ? എന്നോടിങ്ങനെ നുണ പറഞ്ഞാ എനിക്ക് മനസ്സിലാവില്ലേ? നീ കണ്ടതൊന്നും സത്യമല്ല, എല്ലാം ചീറ്റിങ്ങാ. എനിക്കൊന്നും കേക്കണ്ട. കേക്കണം. നീ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ നേരി കണ്ടത് ഇങ്ങനെ തെറ്റിദ്ധാരണയാവും. ആണ് ഋതു. ആ ഋതു, അമ്മ ഇവിടെ നിൽക്കല്ലേ? നമുക്ക് അമ്മയുടെ മുമ്പിൽ വെച്ച് എല്ലാം തുറന്നു പറഞ്ഞ് ഈ തെറ്റിദ്ധാരണ മാറ്റാം. ഇല്ല രാജു, അതൊന്നും ഇനി മാറില്ല. അതിനൊന്നിനും ശ്രമിക്കുകയും വേണ്ട. എന്താ മക്കളെ ഇത്? കുറച്ച് ദിവസമായിട്ട് ഞാനിത് പറയണമെന്ന് വിചാരിക്ക. എന്ത് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലും അത് പരസ്പരം പറഞ്ഞു തീർക്ക്. ചെറിയ ചെറിയ പിണക്കങ്ങള് ഇങ്ങനെ കൊണ്ടു നടന്ന് അത് പിന്നെ വലിയ വഴക്കാക്കി മാറ്റരുത്. ഒരു കാര്യമില്ലാത്ത കാര്യത്തിനായിരിക്കും നിങ്ങൾ ഇങ്ങനെ പിണങ്ങുന്നത്. എനിക്കത് ഉറപ്പുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരു കളങ്കമില്ലാത്ത പിള്ളേരാ. ഒന്നാമത് ഇതിനകത്ത് വേറെ 100,000 പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയില് നിങ്ങൾ കൂടി ഇങ്ങനെ പിണങ്ങല്ലേ മക്കളെ? രാജു പറയുന്നത് മോളൊന്ന് കേക്ക്. നിങ്ങൾ രണ്ടുപേരും തുറന്നൊന്ന് സംസാരിക്ക്. ഈ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ. അതൊരു വലിയ പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും. ഇപ്പൊ എനിക്കിത് താങ്ങാൻ വയ്യ. രാജു, ഞാൻ എന്റെ അമ്മയുടെ കൂടെ ഇരുന്നോട്ടെ. ഉപദ്രവിക്കരുത് പ്ലീസ്.